AI മുഖേന ഇല്ലാതാകാൻ സാധ്യതയുള്ള ജോലികൾ എന്തൊക്കെ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ എല്ലാ തൊഴിൽ മേഖലകളെയും ബിസിനസ്സുകളെയുമൊക്കെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രധാനമായും ആവർത്തന സ്വഭാവമുള്ളതും അതുപോലെ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതുമായ ജോലികളെയാണ് AI ആദ്യം ബാധിക്കുക. ഡാറ്റ എൻട്രി, അതുപോലെ ക്ലറിക്കൽ ജോലികൾ, വൻതോതിലുള്ള വിവരങ്ങൾ ടൈപ്പ് ചെയ്യാനും ഫയൽ ചെയ്യാനുമുള്ള ജോലികൾ AI ഓട്ടോമേഷൻ വഴി ഇല്ലാതാകും. കസ്റ്റമർ സപ്പോർട്ട്, സാധാരണ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുകളുടെ സ്ഥാനം കൂടുതൽ ബുദ്ധിശക്തിയുള്ള AI ചാറ്റ് ബോട്ടുകൾ ഏറ്റെടുക്കും. ബേസിക് കോഡിംഗ്, അതുപോലെ ടെസ്റ്റിംഗ്, ലളിതമായ സോഫ്റ്റ്വെയർ കോഡുകൾ എഴുതാനും അവയിലെ തെറ്റുകൾ കണ്ടുപിടിക്കാനും AIക്ക് സാധിക്കുന്നതിനാൽ എൻട്രി ലെവൽ പ്രോഗ്രാമർമാരുടെ അവസരങ്ങൾ കുറയും. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഷെഡ്യൂളിംഗ് ജോലികൾ, മീറ്റിങ്ങുകൾ ബുക്ക് ചെയ്യുക, ഇമെയിലുകൾക്ക് മറുപടി പറയുക തുടങ്ങിയ ജോലികൾ AI അസിസ്റ്റൻറ്റുകൾ തനിയെ ചെയ്യും. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ക്ലർക്കുമാർ, ലോൺ അപ്രൂവൽ പ്രോസസ്സ്, സാധാരണ അക്കൗണ്ടിംഗ് പരിശോധനകൾ എന്നിവ AI സിസ്റ്റങ്ങൾ വഴി വേഗത്തിലാകും. അടുത്തതായി AI മുഖേന പ്രവർത്തനം നിർത്തേണ്ടി വരുന്ന കമ്പനികൾ ഏതെല്ലാം? പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറാൻ മടിക്കുന്നതും പരമ്പരാഗത രീതികൾ മാത്രം തുടരുന്നതുമായ കമ്പനികൾക്ക് പൂട്ടേണ്ടി വരും. ട്രഡീഷണൽ BPO കമ്പനികൾ, വെറും കോൾ സെൻറ്റർ സേവനങ്ങളും ഡാറ്റ പ്രോസസ്സിങ്ങും മാത്രം നൽകുന്ന കമ്പനികൾ, സാധാരണ വിവർത്തന ഏജൻസികൾ, ഡോക്യുമെൻ്റുകൾ ഭാഷാമാറ്റം വരുത്തുന്ന ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ, ഇവകളെല്ലാം AI കാരണം AI ഇത് തത്സമയം കൃത്യതയോടെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതിനുള്ള സ്കോപ്പ് കമ്മിയാകും. ബേസിക് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി ആൻഡ് ഗ്രാഫിക് ഡിസൈൻ സ്റ്റുഡിയോകൾ, ലളിതമായ ഫോട്ടോകൾ, ചിത്രങ്ങൾ AI ഇമേജ് ജനറേറ്ററുകൾക്ക് വഴി ആളുകൾ തനിയെ ഉണ്ടാക്കാൻ നോക്കുന്നതോടെ ഇത്തരം ഏജൻസികൾക്ക് ഡിമാൻഡ് കുറയും. പരമ്പരാഗത ടാക്സ് ആൻഡ് അക്കൗണ്ടിംഗ് കൺസൾട്ടൻസികൾ, ലളിതമായ ടാക്സ് ഫയലിങ്ങും ഓഡിറ്റിങ്ങും നടത്തുന്ന ചെറുകിട സ്ഥാപനങ്ങൾ, ഇവ പൂർണ്ണമായും സോഫ്റ്റ്വെയറുകൾ വഴി ഓട്ടോമേറ്റ് ചെയ്യപ്പെടും.